അപ്പോൾ ബേസിക് ഇലക്ട്രോണിക്സിലെ മൂന്നാമത്തെ മൊഡ്യൂളിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ തിയറി പോർഷനാണ്. തിയറി പോർഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഒപ്പാമ്പ് ആപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ തിയറി, അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറും കാര്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം വരുന്ന ഓപ്പാമ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ആണ്. ഈ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ അകത്ത് ഫസ്റ്റ് രണ്ട് ബ്ലോക്കുകൾ വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ച ഫസ്റ്റ് സെക്ഷനിൽ അവസാനമായിട്ട് പഠിച്ച ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്, അല്ല ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അങ്ങനെ പഠിച്ചതുകൊണ്ടാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ ഈ തേർഡ് മൊഡ്യൂളിലേക്ക് വന്നത്. അതിൻ്റെ ഒരു ട്രാൻസിസ്റ്ററിന് പഠിച്ചു, ട്രാൻസിസ്റ്ററിന് അതിൻ്റെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലെത്തി, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ നമ്മൾ ഓപ്പാമ്പിലെത്തി. ഓപ്പാമ്പ് ഒരു ട്രാൻസിസ്റ്റർ ഒരു നമ്മൾ ഇലക്ട്രോണിക്സിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഒരു ഓപ്പാമ്പിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ വരുന്നത്. അപ്പോൾ ആ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ട്രാൻസിസ്റ്ററിന് ഡയറക്റ്റ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ വന്നിട്ട് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ തിയറി പോർഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കത് കഴിഞ്ഞ ശേഷം ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ പ്രാക്ടിക്കൽ സർക്യൂട്ട്സ് നോക്കാം, അതുപോലെ ആപ്ലിക്കേഷൻസിലേക്ക് പോവാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സും മൈക്രോ കൺട്രോളറിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പാമ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഇന്റർമീഡിയറ്റ് സ്റ്റേജ് അതിൽ വരുന്നത് ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ്, ഒന്ന് ബാലൻസ്ഡും ഒന്ന് അൺബാലൻസ്ഡും ആണ്. പിന്നെ വരുന്നത് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആണ്. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജിൽ വരുന്നത് ഒരു എമിറ്റർ ഫോളോവർ യൂസിങ് കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ആണ്. എമിറ്റർ ഫോളോവർ യൂസിങ് കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ്. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ വരുന്നത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച സംഗതികളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. എമിറ്റർ ഫോളോവർ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി സിമ്മട്രി പുഷ് പുൾ ആംപ്ലിഫയർ, അതും നമ്മൾ ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ലാസ്റ്റ് സെക്ഷനിൽ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ് നമ്മുടെ ഈ ഓപ്പാമ്പിൻ്റെ സെക്ഷൻ വരുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഔട്ട്പുട്ട്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്, ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്, അതുപോലെ എമിറ്റർ ഫോളോവർ, പിന്നെ കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ. ഒന്നില്ലെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ പിന്നെ ഡാർലിംഗ്ടൺ പെയർ പോലുള്ള ഔട്ട്പുട്ട് സെക്ഷൻ ആവാം. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഔട്ട്പുട്ടുകൾ കാണാം. ഒരു ജനറലായിട്ട് പറഞ്ഞിരിക്കുകയാണ് കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ ഓപ്പാമ്പിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പാമ്പിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മനസ്സിലാക്കിയത്. അതിൻ്റെ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് നമുക്ക് എന്താണെന്നൊക്കെ നോക്കാം. ഇതാണ് നമ്മൾ പഠിച്ച ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അല്ലേ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ നമ്മുടെ ഫസ്റ്റ് സെക്ഷനാണ് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇൻവെർട്ടിംഗ് ഇൻപുട്ടും നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടും ഇൻവെർട്ടിംഗ് ഇൻപുട്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് വേറൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് ഔട്ട്പുട്ട്, ബാലൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ഔട്ട്പുട്ട്. ഈ Q1ൻ്റെ ഔട്ട്പുട്ടും Q2ൻ്റെ ഔട്ട്പുട്ടും നേരെ കൊടുത്തിരിക്കുന്നത് എവിടേക്കാണ്? Q1ൻ്റെ Q2 എടുത്തിട്ട് Q1ലേക്കും Q1 എടുത്തിട്ട് രണ്ടാമത്തെ സെക്ഷൻ്റെ Q2ലേക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇനി അത് അൺബാലൻസ്ഡ് ഔട്ട്പുട്ടാണ്. അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഔട്ട്പുട്ട് എടുത്തിട്ട് നേരെ അവിടെ കൊടുക്കുന്നത് എമിറ്റർ ഫോളോവറിൻ്റെ ഇൻപുട്ടിലേക്കാണ് കൊടുക്കുന്നത്. എമിറ്റർ ഫോളോവറിൻ്റെ ഇൻപുട്ടിലേക്ക്. എമിറ്റർ ഫോളോവറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സാധാരണ ഇവിടുന്ന് എടുക്കുക RE നെക്രോസ് അല്ലേ. ആ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ റെസിസ്റ്റർ നെക്രോസാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ആ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ഇതൊരു ഡാർലിംഗ്ടൺ പെയർ ആണ്, അതിൻ്റെ ഇൻപുട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഔട്ട്പുട്ട് സെക്ഷനാണ്. കോംപ്ലിമെൻ്ററി സിമെട്രി ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. അതുപോലെ ഔട്ട്പുട്ട്, അതായത് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറവുള്ള സർക്യൂട്ടുകളെയാണ് നമ്മൾ ഈ ഒരു സെക്ഷന് വേണ്ടി പരിഗണിക്കാറ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഇന്റേണൽ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. ബ്ലോക്ക് ഡയഗ്രാം ഇതാണ്. ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ഇന്റേണൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ സർക്യൂട്ട് സെക്ഷൻ ആണെന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ജനറൽ സർക്യൂട്ടാണ്. ഇതിൻ്റെ നമ്മൾ നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന MIO 741 എന്ന് പറയുന്ന ഓപ്പാമ്പിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഒരു ജനറൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. ബ്ലോക്ക് ഡയഗ്രാം, ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം, ഇന്റേണൽ സർക്യൂട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് ഡയഗ്രാം നേരത്തെ പറഞ്ഞ പോലെ വരച്ചു വയ്ക്കാം എക്സാമിന്. ഇതുപോലെ
സർക്യൂട്ട് ചോദിക്കുകയാണ്, ഇന്റേണൽ സർക്യൂട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ വരച്ചു വെക്കുക. ഓക്കെ, അതിന്റെ ഇൻപുട്ട് സ്റ്റേജ് നോക്കിയാൽ ദ ഇൻപുട്ട് സ്റ്റേജ് ഈസ് എ ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. The two input are inverting and non-inverting input terminals. This stage provides most of the voltage gain of the op-amp and decide the input resistance of value of Ri. അതായത് ഒരു op-ampന്റെ ഇൻപുട്ട് ഇമ്പിഡൻസിന്റെ വാല്യൂ എത്രയാണോ എന്താണോ അത് തീരുമാനിക്കുന്നത്. അത് മാത്രമല്ല അതിന്റെ വോൾട്ടേജ് ഗെയിനിന്റെ ഒരു മെജോറിറ്റി പോർഷൻ തീരുമാനിക്കുന്നത് ആരാണ്? ഈ ഇൻപുട്ട് സ്റ്റേജിൽ വരുന്ന ഡിഫറൻഷ്യൽ ആൻഡ് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഈ ഒരു സംഗതിയൊക്കെ തീരുമാനിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് സ്റ്റേജ്, ദിസ് ഈസ് യൂഷ്വലി അനദർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഇൻപുട്ട് സ്റ്റേജ്. അല്ലെ, രണ്ടാമത്തെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും. അതാണ് ഡ്രിവൺ ബൈ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിസ് സ്റ്റേജ് ഈസ് ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണ്, സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട്. നേരത്തെ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞതാണ് സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട്. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിരിക്കും. ഈ ഒരു സെക്ഷനാണ് നമ്മുടെ ഈ ഒപ്പാമ്പിന്റെ മെജോറിറ്റി ഗെയിനും തീരുമാനിക്കുന്നത് ആരാണ്? ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, ഇനി ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് നോക്കിയേ. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്തിനുള്ളതാണ്? ഡ്യൂ ടു ദ ഡയറക്റ്റ് കപ്ലിംഗ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നോക്കിയതാണ്. ഇതൊക്കെ ഇവിടുന്ന് ഇവിടേക്കും ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. അതോടെ തന്നെ ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഈ എമിറ്റർ ഫോളോവറിലേക്കുള്ള അല്ലെങ്കിൽ ലെവൽ ട്രാൻസ്ലേറ്ററിലേക്കുള്ള കണക്ഷനും എന്താണ്? ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ബയാസിങ്ങിന് വേണ്ടി ട്രാൻസിസ്റ്റർ ബയാസിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ചില സർക്യൂട്ടുകൾ കാരണം ഒരു DC വോൾട്ടേജ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഡ്യൂ ടു ദ ഡയറക്റ്റ് കപ്ലിംഗ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു സ്റ്റേജസ് ദ ഇൻപുട്ട് ഓഫ് ലെവൽ ഓഫ് ഷിഫ്റ്റിംഗ് സ്റ്റേജസ് ആൻഡ് ആംപ്ലിഫൈഡ് സിഗ്നൽ വിത്ത് സം നോൺ സീറോ DC ലെവൽ. ഒരു DC കമ്പോണന്റ് കൂടെ ആ സിഗ്നലിന്റെ കൂടെ ഉണ്ടാവും. നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ കൊടുത്ത സിഗ്നലിന്റെ കൂടെ ഒരു DC കമ്പോണന്റ് കൂടി ഉണ്ടാവും. ആ DC കമ്പോണന്റിനെ സീറോ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജസ് യൂസ്ഡ് ടു ബ്രിങ് ദിസ് DC ലെവൽ ടു 0 വോൾട്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇനി ഔട്ട്പുട്ട് സ്റ്റേജ് എന്താണ്? ദിസ് സ്റ്റേജ് ഇസ് നോർമലി എ കോംപ്ലിമെന്ററി ഔട്ട്പുട്ട് സ്റ്റേജ്. ഇറ്റ് ഈസ് ഇൻക്രീസസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വോൾട്ടേജ് ആൻഡ് റൈസസ് ദ കറന്റ് സപ്ലൈങ് capability of op-amp. It also provides a low output resistance അല്ലെങ്കിൽ low output impedance എന്ന് വേണമെങ്കിൽ പറയാം. അത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഈ ഔട്ട്പുട്ട് സ്റ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പോകുന്നത് അതിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ അതിന്റെ ഓരോ സെക്ഷനും അതിന്റെ ഒരു അനാലിസിസിലേക്കാണ് നമ്മൾ പോകുന്നത്. The circuit shown in figure V1 and V2 are the two inputs applied to the base of the Q1 and Q2 transistors. The output voltage is measured between the two collectors C1 and C2, which are at same DC potential. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ AC അനാലിസിസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ DC സോഴ്സുകളെല്ലാം ഗ്രൗണ്ട് ചെയ്തു അല്ലേ. DC സോഴ്സുകളെല്ലാം ഗ്രൗണ്ട് ചെയ്തു. കപ്പാസിറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഷോർട്ട് ചെയ്തു. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടു ഫൈൻഡ് ദ വോൾട്ടേജ് ഗെയിൻ AD ആൻഡ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് RI ഓഫ് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ദ AC equivalent circuit is drawn using R parameters as shown in figure. R parameters ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. The DC voltage are reduced to 0 and the AC equivalent of CE configuration is used. അല്ലേ, നമ്മുടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് ഇവിടെ പരിഗണിച്ചിരിക്കുന്നത്. ഇനി since the DC emitter current are equal, the two DC emitter currents are equal, therefore resistance RE1 and RE2, RE-1 and RE2- are also equal and designated by RE-. This voltage across each collector resistance is 180 degree out of phase. അല്ലേ, ഇവിടെ വരുന്ന സിഗ്നലിന്റെ കളക്ടറിൽ കിട്ടുന്ന നമുക്ക് സിഗ്നൽ എന്തായിരിക്കും? രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള സിഗ്നൽ ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ദ ഇൻപുട്ട് വോൾട്ടേജ് V1 ആൻഡ് V2.
ദിസ് ഈസ് സെയിം ആസ് ഇൻ സി കോൺഫിഗറേഷൻ. നമുക്കറിയാം കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ എന്തായിരുന്നാലും ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിൻ്റെ നേരെ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലുള്ള സിഗ്നലായിരിക്കും ഔട്ട്പുട്ട് കളക്ടറിൽ നമുക്ക് കിട്ടുക. ദ കളക്ടർ C2 ഈസ് അസ്യൂംഡ് ടു ബി മോർ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കളക്ടർ C1. അപ്പോൾ C2 നമ്മുടെ എന്ത് പറഞ്ഞിരിക്കുകയാണ്, മോർ പോസിറ്റീവ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ Q1 മോർ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദൻ Q2 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. C2 is assumed to be more, the collector C2 is assumed to be with respect to collector C1 even though both are negative with respect to ground. Okay, അവിടെ നമുക്ക് ഒരു KVL അപ്ലൈ ചെയ്യാം ഇൻ ഫസ്റ്റ് ലൂപ്പ്. ഇതാണ് ഫസ്റ്റ് ലൂപ്പ്, ഇത് സെക്കൻഡ് ലൂപ്പ്. ഈ ലൂപ്പിലേക്ക് നമുക്ക് KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും RS1 IB1 IE1 അല്ലേ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഈ ലൂപ്പിലൂടെ പോകുന്ന കറണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ വോൾട്ടേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും RS1 IB1 പ്ലസ് IE1 RE1 അല്ലേ, RE ഡാഷ് IE1 RE ഡാഷ് പ്ലസ് IE1 പ്ലസ് IE2. ഈ IE1ഉം ഈ IE2 ഈ REയിലേക്ക് കൂടെ പോകുന്ന അല്ലേ. അപ്പോൾ RE ഇൻറ്റു IE1 പ്ലസ് I2. അതേപോലെ തന്നെ V2ലും വരുന്നു. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ കറണ്ട് റിലേഷൻസ് IB1 ഈക്വൽ ടു IE1 ബൈ ബീറ്റ. നമുക്കറിയാം IB എന്ന് പറയുന്നത് IC ബൈ ബി ഇതാണ് IB എന്ന് പറയുന്നത്. അപ്പം നമുക്ക് IE1 ബൈ ബീറ്റ എന്ന് എഴുതാം. IB2ന് IE2 ബൈ ബീറ്റ എന്ന് എഴുതാം. V1 is equal to RS1 ബൈ ബീറ്റ ഇൻറ്റു IE1 എഴുതാം അല്ലെ. V1ൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു IB1ന് പകരം നമുക്ക് I1 ബൈ ബീറ്റ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ V1ൻ്റെ ഇക്വേഷൻ കിട്ടും, V2ൻ്റെ ഇക്വേഷൻ കിട്ടും. ഇനി അഗെയിൻ അസ്യൂമിങ് RS1 divided by beta and RS2 divided by beta are very small in comparison with the RE and RA. നമുക്കറിയാം ഈ RS1 ഇത് സീരീസ് റെസിസ്റ്റൻസ് ആണ്, സോഴ്സിൻ്റെ സീരീസ് റെസിസ്റ്റൻസ് ആണ് ഈ RS1 എന്ന് പറയുന്നത്, അതുപോലെ RS2 എന്ന് പറയുന്നത്. അപ്പോൾ വെരി സ്മോൾ ഇൻ കമ്പാരിസൺ വിത്ത് RE. നമ്മുടെ ഈ REനെ അക്രോസ് REനെ അപേക്ഷിച്ച് എന്തായിരിക്കും ഈ REനെയും ഈ RE ഡാഷിനെ അപേക്ഷിച്ച് വളരെ ചെറുതായിരിക്കും. ആൻഡ് ദെയർഫോർ നെഗ്ലക്റ്റിംഗ് ദീസ് ടേംസ് അപ്പോൾ നമുക്കിങ്ങനെ V1നും V2നും മറ്റൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ സോൾവിങ് ദീസ് ടു ഇക്വേഷൻസ് IE1 ആൻഡ് IE2 ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ്. അപ്പോൾ നമുക്ക് IE1ൻ്റെ ഇക്വേഷൻ കിട്ടി, IE2ന് വേറൊരു ഇക്വേഷൻ കിട്ടി അല്ലേ. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഇസ് ഗിവൺ ബൈ എന്താണ് VC2 മൈനസ് VC1. ഈ VC2 ന്ന് VC1 മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത് V0 എന്ന് പറയുന്നത്. മൈനസ് RC IC2 മൈനസ് RC IC1 അല്ലേ. അപ്പോൾ RC ഇൻറ്റു IC1 മൈനസ് IC2 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസാനം ICനെ നമ്മൾ Iയോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RC ഇൻറ്റു IE1 മൈനസ് IE2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ I1ൻ്റെ I2ൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ മേലത്തെ V0യിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും, ഒരു വലിയൊരു ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേം ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ RC V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ RE ഡാഷ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ V0ൻ്റെ ഇക്വേഷൻ വരുന്നത്. ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ വരുന്നത് RC ഡിവൈഡ് ബൈ RE ഇൻറ്റു V1 മൈനസ് V2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്തായിരിക്കും, V1 മൈനസ് V2ൻ്റെ ഡിഫറൻസ് അല്ലെ. V1 മൈനസ് V2 എന്ന് പറയുന്ന ഡിഫറൻസ് വോൾട്ടേജിനെയാണ് ഇവിടെ ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആംപ്ലിഫൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ two input signals, defining the difference of the input signal as VD is equal to V1 minus V2 അല്ലേ. V1 minus V2. The voltage gain, the dual input balanced output differential amplifier can be given by AD is equal to VC1 by VD. കാരണം VDക്ക് നമുക്ക് എങ്ങനെ എഴുതാം, V1 minus V2 എന്ന് എഴുതാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ RC ഡിവൈഡ് ബൈ REനെ കൂട്ടുള്ള V1 മൈനസ് V2 എന്തായി മാറും, അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് RC ഡിവൈഡ് ബൈ RE ഡാഷ് എഴുതാം. അപ്പം വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ RC ഡിവൈഡ് ബൈ RE ഡാഷ് എഴുതി. അങ്ങനെയാണെങ്കിൽ V1 മൈനസ് V2ൻ്റെ ഗെയിൻ ഇൻറ്റു V1 മൈനസ് V2 നമുക്ക് എഴുതാൻ കഴിയും.
അതാണ് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ നമുക്ക് ഗെയിൻ കിട്ടിയത് RC ഡിവൈഡ് ബൈ RE ഡാഷ് ആണ്. ഇനി അതിൻ്റെ ഓപ്പാമ്പിൻ്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കഴിഞ്ഞ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഇൻഫൈനറ്റ് വോൾട്ടേജ് ഗെയിനാണ് ഓപ്പാമ്പിൻ്റെ ഐഡിയൽ ആയിട്ടുള്ളത്, ഇൻഫൈനറ്റ് വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ നമ്മൾ അതൊന്നും കൊടുക്കാതെ, ഫീഡ്ബാക്ക് ഒന്നും കൊടുക്കാതെ, ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാതെ ചുമ്മാ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ കൊടുക്കുന്ന VCCയും VEയും എത്രയാണോ അത് ആ ഒരു ലെവലിലേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടുകൾ സാച്ചുറേറ്റ് ചെയ്ത് പോകും. അതാണ് ഐഡിയൽ ഇൻഫൈനറ്റ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രാക്ടിക്കൽ കേസിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആ പറയുന്ന VCCൻ്റെ അല്ലെങ്കിൽ -VE പ്ലസ് VCCൻ്റെ ലെവലിലേക്ക് അത് ആംപ്ലിഫൈ ചെയ്ത് നിൽക്കും. ഇനി ഐഡിയൽ കേസ് പറയുകയാണെങ്കിൽ ഇൻഫൈനറ്റ് വോൾട്ടേജ് ഗെയിൻ പറയാം. ഇൻഫൈനറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് അല്ലേ. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. സോ ദാറ്റ് ഓൾമോസ്റ്റ് എനി സിഗ്നൽ സോഴ്സ് ക്യാൻ ഡ്രൈവ് ഇറ്റ് ആൻഡ് ദർ ഇസ് നോ ലോഡിംഗ് ഓഫ് ദ പ്രിസീഡിംഗ് സ്റ്റേജ്. സീറോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് ഇതിലൊക്കെ ഐഡിയൽ കേസ് ആണ് പറയുന്നത്. സീറോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് R0. സോ ദാറ്റ് ഔട്ട്പുട്ട് ക്യാൻ ഡ്രൈവ് ആൻ ഇൻഫൈനറ്റ് നമ്പർ ഓഫ് അതർ ഡിവൈസസ്. സീറോ ഔട്ട്പുട്ട് വോൾട്ടേജ് വെൻ ഇൻപുട്ട് വോൾട്ടേജ് സീറോ. ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല, സീറോ ആയിരിക്കും. ഇൻഫൈനറ്റ് ബാൻഡ് വിഡ്ത്താണ്. സോ ഏത് സിഗ്നൽ വേണമെങ്കിൽ നമുക്ക് ഇൻപുട്ട് കൊടുത്ത് അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇൻഫൈനറ്റ് ബാൻഡ് വിഡ്ത്ത്, സോ ദാറ്റ് any frequency signal from 0 to infinity it can be amplified without any attenuation. ഇൻഫിനിറ്റി കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, അതായത് CMRR എന്ന് പറയുന്ന പാരാമീറ്റർ ഇൻഫിനിറ്റി ആയിരിക്കും. സോ ദാറ്റ് ദ ഔട്ട്പുട്ട് കോമൺ മോഡ് വോൾട്ടേജ് ഇൻ സീറോ. കോമൺ മോഡൊക്കെ എന്താ നമ്മൾ അടുത്ത സെക്ഷനിൽ പറയുന്നുണ്ട്. ഇൻഫൈനൈറ്റ് സ്ലീവ് റേറ്റ്, സോ ദാറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ചസ് occur simultaneously with input voltage changes. ഐഡിയലി പറയുകയാണെങ്കിൽ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്ന അതേ നിമിഷം തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഔട്ട്പുട്ടും ചേഞ്ച് ആവുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഓക്കെ, അടുത്തത് അപ്പം അതിൻ്റെ ഓപ്പാമ്പിൻ്റെ ഇന്റേണൽ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വലന്റ് സർക്യൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കി, ഒരു രണ്ട് ഇൻപുട്ടുകൾ, ഒരു ഇൻപുട്ട് ഇമ്പിഡൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് RI ഉണ്ട്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് R0 എന്ന് പറയുന്ന റെസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഗെയിൻ VID എന്ന് പറയുന്ന ഗെയിൻ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ V0 = AVID. അപ്പോൾ ഈ ഗെയിൻ ഇൻറ്റു VID ആണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. VID എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻസ് ആണ്. V1 ആൻഡ് V1 - V2 ആണ് ഈ ഡിഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ, ഡിഫറൻസ് ഇൻ ഇൻപുട്ട് വോൾട്ടേജ്. V1 എന്ന് പറയുന്നത് വോൾട്ടേജ് അറ്റ് നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് ആണ്. V2 എന്ന് പറയുന്നത് വോൾട്ടേജ് അറ്റ് ഇൻവെർട്ടിംഗ് ഇൻപുട്ട്, മറ്റേ നോൺ ഇൻവെർട്ടിംഗ് ആണ്, ഇത് ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. Equation indicates that the output voltage V0 is directly proportional to the algebraic difference between the two input voltages. In other words, op-amp amplifies the difference between the two input voltages. For this reason, the polarity of the output voltage depends on the polarity of the difference voltage. കൊടുക്കുന്ന വോൾട്ടേജിന് ഇൻപുട്ടിനനുസരിച്ചാണ് ഔട്ട്പുട്ടിന്റെ പൊളാരിറ്റി നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഐഡിയൽ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവാണ് VID. This is the basic op-amp equation in which output offset voltage is assumed to be 0. The graphic representation of the equation is shown in figure below. ഏതാണ്, where the output voltage V0 is plotted against the input difference voltage VID, keeping the gain is constant. ഓക്കെ, നമ്മൾ മൈനസ് വോൾട്ടേജ്, നമ്മൾ ഈ സീറോയിലേക്ക്, അതായത് സീറോന് താഴേക്ക് ഒരു വോൾട്ടേജ് ആണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവിലേക്ക് സാച്ചുറേറ്റ് ചെയ്യും. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്, സീറോൻ്റെ എബോവ് ഒരു വോൾട്ടേജ് ആണ് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് വോൾട്ടേജ് വരുന്നതെങ്കിൽ അത് ഔട്ട്പുട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവിലേക്ക് സാച്ചുറേറ്റ് ചെയ്യും. അതാണ് ഈ രണ്ട് സിഗ്നൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ട് ലെവലിലേക്ക് സാച്ചുറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നെഗറ്റീവ് സാച്ചുറേഷൻ വോൾട്ടേജും പോസിറ്റീവ് സാച്ചുറേഷൻ വോൾട്ടേജും. VSAT എന്ന് പറയുന്നത് ലെസ് പ്ലസ് VCCയും, VSAT എന്ന് പറയുന്നത് ലെസ് VEയും ആയിരിക്കും. ഇനി ഓപ്പൺ ലൂപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അടുത്തത് ഓപ്പൺ ലൂപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇൻ ദ കേസ് ഓഫ് ആംപ്ലിഫയേഴ്സ്
the term open loop indicates that no connection exists between input and output terminal. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ യാതൊരുവിധ കണക്ഷനും ഇല്ലാതെ കോൺഫിഗറേഷൻ ആണ് ഓപ്പൺ ലൂപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് of any type. This that is the output signal is not a feedback in any form as part of the input signal. അതായത് ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഒരു പോർഷൻ പോലും നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നില്ല, അതായത് യാതൊരുവിധ കണക്ഷനും ഇല്ല. അങ്ങനെയുള്ള സർക്യൂട്ടുകളാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇൻ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ദ ഓപ്പാമ്പ് ഫങ്ഷൻസ് ആസ് എ ഹൈ ഗെയിൻ ആംപ്ലിഫയർ. അല്ലെ, നമ്മൾ പറഞ്ഞു ലൂപ്പ് ഒന്ന് കൊടുക്കുക, അതായത് ഇൻപുട്ടൊന്ന് ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാത്ത സർക്യൂട്ടിൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊടുക്കുന്ന സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ ഗെയിൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ദർ ആർ 3 ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻസ്. ഏതൊക്കെയാണ്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ഇപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഡിഫറൻസ് ആംപ്ലിഫയർ എന്ന് വേണമെങ്കിൽ പറയാം. ഡിഫറൻസ് ആംപ്ലിഫയർ അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ആംപ്ലിഫയർ എന്താ വരുന്നത്? ഫിഗർ ഷോസ് ആൻ ഓപ്പൺ ലൂപ്പ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇൻ വിച്ച് ഇൻപുട്ട് സിഗ്നൽസ് V1 ആൻഡ് V2 ആർ അപ്ലൈഡ് ടു ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻപുട്ട് ടെർമിനൽസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡിഫറൻസ് ആംപ്ലിഫയർ ആണ്. ഡിഫറൻഷ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അല്ല, ഇത് ഡിഫറൻസ് ആംപ്ലിഫയർ. ഡിഫറൻസ് ആംപ്ലിഫയർ രണ്ട് സിഗ്നലിൻ്റെ ഡിഫറൻസ് ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ തരും. സിൻസ് ദ ഓപ്പാമ്പ് ആംപ്ലിഫൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ഇൻപുട്ട് സിഗ്നൽസ്, ദിസ് കോൺഫിഗറേഷൻ ഈസ് കാൾഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ദ ഓപ്പാമ്പ് ആംപ്ലിഫൈസ് ബോത്ത് AC ആൻഡ് DC. അല്ലേ, the op-amp amplifies both AC and DC input signals. The source resistance R1 and R2 are normally negligible compared to the input resistance Ri. Therefore, voltage drop across these resistance can be assumed to be 0. Therefore, V1 ഇവിടെ വരുന്ന V1 എന്ന് പറയുന്നത് എന്താണ്? V1 ആയിരിക്കും ആൻഡ് V2 is equal to V2 ആയിരിക്കും. നേരെ ഒന്നും ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നില്ല എന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? AD is equal to V1 മൈനസ് V2. അതാണ് അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത്. V1 A ഇൻറ്റു ഗെയിൻ ഇൻറ്റു V1 മൈനസ് V2. അപ്പോൾ നോക്കിയത്, ഇഫ് ദ ഇൻപുട്ട് ഈസ് അപ്ലൈഡ് ടു എനി ഇൻവെർട്ടിംഗ് ടെർമിനൽ ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഈസ് ഗ്രൗണ്ടഡ്, then it is called inverting amplifier. This configuration is shown in figure. പിന്നെ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൽ നമ്മൾ സിഗ്നൽ കൊടുക്കുന്നത് എവിടെയാണ്? ഇൻവെർട്ടിംഗ് ടെർമിനലാണ്. ഇൻവെർട്ടിംഗ് ടെർമിനൽ. അപ്പോൾ V1 is equal to 0 ആണ്, V2 എന്ന് പറയുന്നത് Vin ആണ്, V0 എന്ന് പറയുന്നതായിരിക്കും മൈനസ് AD ഇൻറ്റു Vin ആയിരിക്കും, മൈനസ് AD ഇൻറ്റു Vin. അല്ല, ഇൻവെർട്ടിലാണ് കൊടുക്കുന്നത്. ഇൻവെർട്ടിംഗ് ടെർമിനൽ കൊടുക്കുന്നത് മൈനസ്, നേരെ ഇൻവെർട്ട് ചെയ്ത ഔട്ട്പുട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഔട്ട് ഓഫ് ഫേസ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻപുട്ട് 180 degree or is the opposite polarity. Thus, the input signal is amplified and inverted also. ഇനി നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, നമ്മൾ ഡിഫറൻസ് ആംപ്ലിഫയർ പറഞ്ഞു, അതുപോലെ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ പറഞ്ഞു. ഇനി നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൽ this configuration signal is applied to the non-inverting terminal and inverting terminal is grounded as shown in figure. അപ്പോൾ നോക്കിയാൽ V2 ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു, V1 ആണ് നമ്മൾ സിഗ്നൽ കൊടുക്കുന്നത്. V1 is equal to Vin ആണ്. അപ്പോൾ V0 എന്ന് പറയുന്നത് എന്തായിരിക്കും? AD ഇൻറ്റു, അതായത് വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു Vin ആയിരിക്കും. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ആംപ്ലിഫൈഡ് ബൈ AD ആൻഡ് ദർ ഇസ് നോ ഫേസ് റിവേഴ്സൽ അറ്റ് ദ ഔട്ട്പുട്ട്. അതിൻ്റെ ഓപ്പാമ്പിൻ്റെ പാരാമീറ്റേഴ്സ് ആണ്. കുറേ പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യം നമുക്ക് പഠിക്കാനുള്ളൂ, നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇൻപുട്ട് ബയാസ് കറണ്ട്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് കൂടാതെ ഡിഫറൻഷ്യൽ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഇൻപുട്ട് കപ്പാസിറ്റൻസ്, ഓഫ്സെറ്റ് വോൾട്ടേജ്, അഡ്ജസ്റ്റ്മെൻറ്റ് റേഞ്ച്, ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച്, സപ്ലൈ വോൾട്ടേജ് റിജക്ഷൻ റേഷ്യോ, SVRR, ലാർജ് സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ, LSVG, ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R0, ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, സപ്ലൈ കറണ്ട്, പവർ കൺസപ്ഷൻ, ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ്, സ്ലീവ് റേറ്റ്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഡ്രിഫ്റ്റ്. ഇത് ഈ സ്ലീവ് റേറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക എവിടെന്നെങ്കിലും. അതുപോലെ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ്, ഇതൊക്കെ എന്താണെന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഡ്രിഫ്റ്റ്, ഈ 3 പോയിന്റ് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ കൂടെ. അതോടൊപ്പം തന്നെ ഈ ഫസ്റ്റത്തെ 5 പോയിന്റുകളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് പറയുന്നത്? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്
VIO is the differential input voltage that exists between two input terminals of an op-amp without any external input applied. അല്ലേ, നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും കൂടി അതിൻ്റെ ഇൻപുട്ട് രണ്ട് ഇൻപുട്ടുകളിൽ അക്രോസ് അല്ലെങ്കിൽ ഇൻപുട്ടിന് അക്രോസ് വരുന്ന രണ്ട് ഇൻപുട്ടിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് ഈ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. In other words, it is defined as the amount of the input voltage that must be applied between the two input terminals of an op-amp to nullify the zero or zero the output. അതായത് നമ്മൾ ഒന്നും സിഗ്നൽ ഒന്നും കൊടുത്തിട്ടില്ല, ഔട്ട്പുട്ട് ഒന്നും എടുക്കുന്നില്ല, ഫീഡ്ബാക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൂടി എന്തൊക്കെയോ ഔട്ട്പുട്ടിൽ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ടിൽ കാരണം ഉണ്ടാകുന്ന ഇൻബാലൻസിങ് കാരണം ഇൻപുട്ടിൻ്റെ രണ്ട് ടെർമിനൽ അക്രോസ് ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് എന്തായി മാറും? ഔട്ട്പുട്ടിൽ ഒരു വേറൊരു വലിയ വോൾട്ടേജായി മാറും. അപ്പോൾ അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കേണ്ട ഒരു വോൾട്ടേജ് എന്താണോ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓഫ്സെറ്റ് വോൾട്ടേജ്. കാരണം അതേ വോൾട്ടേജിനാണ് നമ്മൾ നള്ളിഫൈ ചെയ്യാൻ കൊടുക്കേണ്ടത്. അതിന് അവിടെ അക്രോസ് വരുന്ന വോൾട്ടേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേറൊരു വോൾട്ടേജാണ് നമ്മൾ അതിന് നള്ളിഫൈ ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ ആ വോൾട്ടേജ് നമ്മൾ എന്ത് വിളിക്കും? ഓഫ്സെറ്റ് എന്ന് വിളിക്കാം, ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് വിളിക്കാം, ഇൻപുട്ട് ഓഫ്സെറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്ന് വിളിക്കാം അതിൻ്റെ ഈ രണ്ട് ഇൻപുട്ട് ടെർമിനൽ അക്രോസ് നമ്മൾ സിഗ്നൽ വിത്തൗട്ട് എനി ഇൻപുട്ട് സിഗ്നൽ ദർ ഇസ് ഒരു ചെറിയൊരു സിഗ്നൽ രണ്ട് ടെർമിനൽ അക്രോസ് ഉണ്ടാവും. ആ അക്രോസിനെ ആ വോൾട്ടേജിനാണ് നമ്മൾ വിളിക്കുന്നത് ഈ ഓഫ്സെറ്റ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ ഷോസ് ദാറ്റ് DC വോൾട്ടേജ് ആർ അപ്ലൈഡ് ടു ഇൻപുട്ട് ടെർമിനൽ ടു മേക്ക് ദ ഔട്ട്പുട്ട് സീറോ. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഔട്ട്പുട്ടിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജിനെ സീറോ ആക്കി മാറ്റുന്നത്. ഇനി VDC1, VDC2 ആർ ദ DC വോൾട്ടേജസ് ആൻഡ് RS represent the source resistance. VIO is the difference of the VDC1 and VDC2. It may be positive or negative. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഫോർ IC 741 IC op-amp, നോർമൽ 741 op-ampന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 6 മില്ലി വോൾട്ട് ആണ് അതിൻ്റെ ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് എ വോൾട്ടേജ് plus or minus 6 millivolt is required to one of the input to reduce the output offset voltage to 0. അപ്പോൾ എവിടെയാണോ അത് ചിലപ്പം +6 millivolt ആയിരിക്കാം ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത്, പിന്നെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അക്രോസ് വരുന്നത്, അല്ലെങ്കിൽ -6 millivolt ആയിരിക്കാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഏതെങ്കിലും ടെർമിനലിൽ പ്ലസോ മൈനസോ ആയിട്ടുള്ള 6 millivolt നമ്മൾ കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് അതിനെ 0 ആക്കി കളയണം. അപ്പോൾ ദ സ്മാളർ ദ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഇസ് ബെറ്റർ. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ബിക്കോസ് ഇറ്റ്സ് ട്രാൻസിസ്റ്റേഴ്സ് ആർ മോർ ക്ലോസ്ലി മാച്ച്ഡ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഇൻപുട്ടുകൾ മാച്ച്ഡ് ആണെന്ന് പറയാം. അതിൻ്റെ ഇൻപുട്ടിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ വന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് എന്താണ്? പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അത് VI0 എന്ന് പറയുന്നത് എന്താണ്? VDC1 മൈനസ് VDC2 ആയിരിക്കും. ഇൻപുട്ട് ബയാസ് കറണ്ട്. അപ്പോൾ ഇൻപുട്ട് ബയാസ് കറണ്ട് എന്താ പറയുന്നത്? ഇൻപുട്ട് ബയാസ് കറണ്ട് IB is defined as the average of the two input bias current IB1 and IB2 as shown in figure. എന്താണ്? IB is equal to IB1 plus IB2 by 2. IB1 എന്ന് പറയുന്നത് DC ബയാസ് കറണ്ട് ഫ്ലോയിങ് into the non-inverting input. IB2 എന്ന് പറയുന്നത് DC ബയാസ് കറണ്ട് ഫ്ലോയിങ് into the inverting input. അതാണ് IB1 IB2 എന്ന് പറയുന്നത്. ഫിഗറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 741 ടൈപ്പ് ഓപ്പാമ്പിലാണെങ്കിൽ അതിൻ്റെ IB മാക്സിമം എന്ന് പറയുന്നത് 700 നാനോ ആംപിയർ ആണ്. അതുപോലെ ഹൈ പ്രസിഷൻ ആണെങ്കിൽ, പ്രസിഷൻ വരുന്ന 741C എന്ന് പറയുന്ന ടൈപ്പ് ഓപ്പാമ്പിൻ്റെ അകത്തൊക്കെ IB എന്ന് പറയുന്നത് ±7 നാനോ ആംപിയർ ഉള്ളത്. 700 ആണ്, ഇത് 7 നാനോ ആംപിയർ ആണ്. ഓക്കെ, അതിൻ്റെ ഒരു അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് VIOB കാണണം. ഔട്ട്പുട്ട് V0IB എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇൻപുട്ട് ബയാസിങ് കറണ്ട് കാരണം ഉണ്ടാകുന്ന ഔട്ട്പുട്ട് കറണ്ട്, അതാണ് കാണാൻ പോകുന്നത്. V2 എന്ന് പറയുന്നത് R1 പാരലൽ RF ആണ്, R1 പാരലൽ RF ആണ് ഇൻറ്റു IB2 അല്ലേ, V2 എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ V2 നമുക്കൊരു വോൾട്ടേജ് ഡിവൈഡർ പോലെയാണ് വരുന്നത്. വോൾട്ടേജ് ഡിവൈഡറിൻ്റെ ഇക്വേഷനാണ് വരുന്നത്. ഇവിടുത്തെ V2 എടുത്തു കഴിഞ്ഞാൽ V1 R1 ഡിവൈഡ് ബൈ R1 RF ഡിവൈഡ് ബൈ R1 പ്ലസ് RF ഇൻറ്റു IB2. Writing a node voltage equation of for node at V2, we get I1 plus I2 അല്ലേ. ഇവിടെ നിന്ന് വരുന്ന I1, ഇവിടെ നിന്ന് വരുന്ന I2. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? I1 plus I2 ഈക്വൽ ടു IB2 എന്ന് കിട്ടും. ഇനി ആ ഒരു I1നും I2ൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ I1 എന്ന് പറയുന്നതാണ് 0 I ഈക്വൽ ടു V/R എന്നാണല്ലോ. അപ്പോൾ V മേലെ കൊടുത്തു കഴിഞ്ഞാൽ 0, ഇവിടെ 0 ആണ്. 0 മൈനസ് V2 ഡിവൈഡ് ബൈ R1. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ VIOB, ഇവിടെ ഔട്ട്പുട്ട് VIOB ആണ്. VIOB മൈനസ് V2 ഡിവൈഡ് ബൈ RF.
ഈക്വൽ ടു V2 ബൈ R1 കിട്ടും. അപ്പോൾ VIOB എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഡ്യൂ ടു ഇൻപുട്ട് ബയാസ് കറണ്ട് ആണ്. RI എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദി ഓപ്പ് ആംപ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാം RI ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ട് റെസിസ്റ്റൻസ്. അതാണ് V2 ബൈ RI എന്ന് കൊടുക്കാൻ കാരണം. ഇനി എന്താണ്, അത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, VIOB ബൈ RF അല്ലേ. നമുക്ക് VIOB ബൈ RFനെ നമുക്ക് മൈനസ് V2 RFനെ VIOB ഡിവൈഡ് ബൈ RF മൈനസ് V2 ബൈ RF എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ എല്ലാം മൈനസ് ആണല്ലോ, മൈനസ് 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 ആണ് വരുന്നത്. അപ്പം ഈക്വൽ ടു VIOB RF ഡിവൈഡഡ് ബൈ VIOB ഡിവൈഡ് ബൈ RF എന്ന് എഴുതിയിട്ട് ഈക്വൽ ടു V2 ബൈ R1 മൈനസ് V2 ബൈ RF മൈനസ് V2 ബൈ R1 എന്ന് എഴുതാം. അങ്ങനെ നമുക്കിങ്ങനെ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയും. V2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 ബൈ R1 പ്ലസ് 1 ബൈ RF പ്ലസ് 1 ബൈ RI എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ RI എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹൈ ആണ്, ഐഡിയലി ഇൻഫിനിറ്റി ആണ് നമ്മുടെ ഓപ്പാമ്പിൻ്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കണ്ടക്ടിവിറ്റി എത്ര വരുള്ളൂ, 1 ബൈ RI എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ആണ് അല്ലേ. RIൻ്റെ ഓപ്പോസിറ്റ് ആണ്, റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 1 ബൈ RI എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി തീരെ ഇല്ലെന്ന് പറയാം, റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്, 0 സീമെൻസ് ആണ്. ദെയർഫോർ V0 IOB എന്ന് പറയുന്നത് ബൈ ഡിവൈഡ് ബൈ RF എന്നുള്ളത് VIOB V0 IB ഡിവൈഡ് ബൈ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്യൂ ടു ദ ഇൻപുട്ട് ബയാസ് വോൾട്ടേജ് ഡിവൈഡ് ബൈ RF ഇസ് ഈക്വൽ ടു V2 ഇൻറ്റു R1 പ്ലസ് RF ഡിവൈഡ് ബൈ R1 ഇൻറ്റു RF എന്ന് എഴുതാം അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അങ്ങനെ 5/4 ഈ ഇക്വേഷൻ എടുത്തിട്ട് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്യാം. V2 മൈനസ് R1 RF ഡിവൈഡ് ബൈ R1 പ്ലസ് RF ഇൻറ്റു IB കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും VIOB ആ ഇക്വേഷൻ എടുത്തത്. V2 പകരം നമ്മൾ ഇത് അപ്ലൈ ചെയ്തു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, R1 RF IB2 അങ്ങനെ ഇക്വേഷൻ ഇത് R1 പ്ലസ് RF ഡിവൈഡ് ബൈ R1 രണ്ട് ക്യാൻസൽ ചെയ്ത് പോയി. VIOB എന്ന് പറയുന്നത് എന്ത് കിട്ടി, RF ഇൻറ്റു IB2, അതായത് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഇൻറ്റു IB2 കിട്ടും, IB2. അപ്പോൾ നമ്മൾ IB2 കണ്ടുപിടിച്ചത്. ഇനി VIOB ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ജനറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, RF VIOB ഈക്വൽ ടു RF ഇൻറ്റു IB എന്ന് എഴുതാം അല്ലേ. IB എന്ന് പറയുന്നത് എന്താണ്, ഇത് IB1 മൈനസ് IB2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ജനറൽ IB എടുത്തിട്ട് RF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, VIOB കിട്ടും. അതായത് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്യൂ ടു ദ ഇൻപുട്ട് ബയാസ് കറണ്ട് കേട്ടോ. ഇനി ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ആണ്. ഇപ്പോൾ പറഞ്ഞത് എന്താണ്, ഇൻപുട്ട് ബയാസ് കറണ്ട് ആണ്. ഇനി വരുന്നത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ആണ്. ഇപ്പോൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് IIO ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ഇൻ ടു ദ ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഓഫ് ദ ബാലൻസ്ഡ് ആംപ്ലിഫയർ. അപ്പോൾ IIO ഈക്വൽ ടു IB1 മൈനസ് IB2 ആണ്, മോഡാണ്, മോഡുലസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കിട്ടുന്ന കറണ്ട് ആൾജിബ്രാക് സം ഓഫ് IB1 ആൻഡ് IB2, ആൾജിബ്രാക് ഡിഫറൻസ് between the current into the inverting and non-inverting terminal of the balanced amplifier. The IO for the 741 normal type op-amp ആണെങ്കിൽ അതിന് 700 nano ampere ആണ് മാക്സിമം വരുന്നത്. As the matching between two input terminals is improved, the difference between IB1 and IB2 becomes smaller and smaller. That is, the IO value decreases further for a precision type op-amp 741C op-amp. IIO is equal to 0.3 nano ampere. Okay. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാം. VIO V0 IIO കാണാം. അതായത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് കാരണം ഉണ്ടാകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് കാണാം. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ V1 ഞാനിവിടെ ഈ ഇക്വേഷൻ ഇവിടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജനറൽ ഇക്വേഷൻ ഇതാണ്, IB1 മൈനസ് IB2 ആണ്. V1 എന്ന് പറഞ്ഞാൽ ROM IB1. ROM എന്ന് പറയുന്നത് ഈ കോമ്പൻസേഷൻ റെസിസ്റ്ററാണ് നമ്മൾ ROM എന്ന് വിളിക്കുന്നത്, ഇൻറ്റു IB1. പിന്നെ V2 എന്ന് പറയുന്നത് RP എന്ന് പറഞ്ഞാൽ R പാരലൽ ആണ്, അതായത് RFൻ്റെയും R1ൻ്റെയും ഈക്വലൻ്റ് ആണ് RP കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻറ്റു IB2. അതാണ് ROM ഈക്വൽ ടു RP ആയിരിക്കണം, ഈക്വൽ ടു R1 ഇൻറ്റു RF ഡിവൈഡ് ബൈ R1 പ്ലസ് RF. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ IOB2 അല്ലേ, VIOB2ൻ്റെ കാരണം ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾ പിന്നെ ഈ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ അനാലിസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സപ്ലൈ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൈനസ് RF ഇൻറ്റു IB2 ആണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ടു ദ ഇൻപുട്ട് ബയാസ് കറണ്ട് 2. ഇനി VIOB1 നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ROM ഇൻറ്റു IB1 ഇൻറ്റു 1 പ്ലസ് RF ബൈ R1 ആണ് വരിക, 1 പ്ലസ് RF ബൈ R.
അങ്ങനെ നോക്കുകയാണെങ്കിൽ V0 IB1 ഈക്വൽ ടു RF ഇൻറ്റു IB1 കിട്ടും. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഡ്യൂ ടു ദ ഇൻപുട്ട് ബയാസ് കറണ്ട് ആണ്. അപ്പോൾ V0 IB1 പ്ലസ് V0 IB2 എന്ന് പറയുന്നത് RF ഇൻറ്റു IB1 മൈനസ് IB2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇൻ ജനറൽ നമുക്ക് എങ്ങനെ എഴുതാം? V0 IIO ഈക്വൽ ടു RF ഇൻറ്റു IIO എന്ന് എഴുതാം. അല്ലെ, ജനറൽ IB1 മൈനസ് IB2 നമ്മൾ എങ്ങനെ എഴുതി? IIO എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്യൂ ടു ദ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് നമുക്കിങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ നമ്മുടെ ബുക്കിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന അതേ ഡെഫിനിഷനാണ് ഞാൻ നേരത്തെ അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചില സെക്ഷൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ലൈഡിൽ നോക്കിയാൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും. ഇനി ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്നാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. വേറെ VIOB1 പ്ലസ് VIOB2 ഈക്വൽ ടു V0 IO is the output offset voltage due to the output offset due to the input offset current. Okay, ഇത് മാറിപ്പോയതാണ് input offset current. Thus, for a given value of the input offset current IIO, the amount of output offset voltage V0 IO depends on the value of feedback resistor RF. As in the two cases, the V0 IIO is also DC voltage and could be positive or negative with respect to ground. Since IIO is generally much smaller than IB, the output offset voltage by IIO is always എന്തായിരിക്കും? ഇതിനേക്കാളും കുറവായിരിക്കും, smaller than that caused by IB. ഇനി ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് VOO caused by VIO could be either positive or negative with respect to ground. Similarly, the output offset voltage V0 IB caused by IB could be also either positive or negative with respect to ground. If these output offset voltage are different polarity, the resultant output offset will be very little. On other hand, if both of these output offset voltages are of the same polarity, the maximum amplitude of the total output offset would be എന്തായിരിക്കും? VOOT is equal to VOO plus VIOB, V0 IB, V00T, VOOT is equal to total output voltage എന്ന് പറയുന്നത് എന്താണ്? 1 plus RF by Rin. നോൺ ഇൻവെർട്ടിംഗ് ആണെങ്കിൽ V0 I plus RF into IB ആണ്. VOOT is equal to എന്താണ്? നമ്മുടെ നോർമൽ കേസിൽ ഇതൊരു കോമ്പൻസേഷൻ ഇല്ലാത്ത നോർമൽ ഒരു കോൺഫിഗറേഷൻ ആണിത്. നമ്മൾ ആ ഒരു ഓഫ്സെറ്റ് വോൾട്ടേജ് കളയാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ROM എന്ന് പറയുന്ന ഒരു കോമ്പൻസേഷൻ റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് V00T എന്ന് പറയുന്നത് അല്ലെങ്കിൽ VOOT എന്ന് പറയുന്നത് 1 plus RF by R in VIO plus RF into IIO ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആണ്. ഓപ്പാം പാരാമീറ്റേഴ്സിൽ വരുന്ന കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. When the same input voltage is applied to the both input terminals of an op-amp is said to be operating in the common mode configuration. Since the input voltage applied in common to both the input is referred to as common mode voltage VCM as shown in figure, a common mode voltage VCM can be AC, DC or combination of AC and DC. Okay, ഈ ഒരു op-ampന്റെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് VCM എന്താണ്? കോമൺ ആണ്. മൈനസിനും പ്ലസിനും, അതായത് ഇൻവെർട്ടിംഗ് ടെർമിനലിലും ഔട്ട്പുട്ട് ടെർമിനലിലും കോമൺ ആയിട്ടുള്ള ഒരു VCM ഒരു ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ കോമൺ മോഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ CMRR is equal to AD by ACM, അതായത് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ AD ഡിവൈഡ് ബൈ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ. ഇതാണ് കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ. ഇത് നോർമൽ കേസിലുള്ള ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ. കോമൺ മോഡ് ആൻഡ് ഡിഫറൻഷ്യൽ മോഡ് ഡിവൈഡ് ബൈ കോമൺ മോഡ് ഗെയിൻ. ഇത് കോമൺ മോഡാണ്. ഡിഫറൻസ് മോഡ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 741C എന്ന് പറയുന്നത് എൻ്റെ ഓപ്പാമ്പ്, അങ്ങനത്തെ ടൈപ്പ് ഓപ്പാമ്പുകൾ CMRR is 90 dB ടൈപ്പിക്കലി. ദ ഹയർ ദ വാല്യൂ ഓഫ് CMRR ദ ബെറ്റർ. എപ്പോഴും നമ്മൾ CMRR ഇൻഫിനിറ്റി ആണ്. ഈ ഐഡിയൽ കേസിൽ എന്താണ്? CMRR ഇൻഫിനിറ്റി ആണ്. അത് എത്ര കൂടുന്നോ അത്രയും പ്രാക്ടിക്കലി അത് എത്ര നല്ലതാണ്. Is better is the matching between two input terminals and the smaller is the output common mode voltage gain. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ACM is equal to V0CM divided by VCM. Ideally ACM is 0, less than 1 ആയിരിക്കും നോർമൽ കേസിൽ. CMRR is equal to
AD ഡിവൈഡ് ബൈ ACM. അപ്പോൾ ഐഡിയലി CMRR is ഇൻഫിനിറ്റി. ഇത് 0 അല്ലെ, ACM 0ലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? CMRR ഇൻഫിനിറ്റി ആയിരിക്കും. CMRR also referred to as ratio of the change in input offset voltage to total change in common mode voltage gain. അപ്പോൾ VIO ഡിവൈഡ് ബൈ VCM എന്നും കൂടി ഇതാ. അപ്പം അങ്ങനെയാണെങ്കിൽ AD ഡിവൈഡ് ബൈ ACM is equal to AD ഡിവൈഡ് ബൈ VCM ബൈ VCM എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ AD VCM ഡിവൈഡ് ബൈ V0 CM എന്ന് എഴുതാം. AD VCM ഡിവൈഡ് ബൈ CMRR എന്ന് എഴുതാം. ഓക്കെ, ഇത് എങ്ങനെ V0 CM എങ്ങനെ കൊണ്ടുവന്നിട്ട് CMRR അങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഹൈ ദ വാല്യൂ ഓഫ് CMRR ദ സ്മോളർ വിൽ ബി ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് അല്ലേ. CMRR വളരെ കുറവാണെങ്കിൽ ഹയർ ദ വാല്യൂ ഓഫ് CMRR ദ സ്മോളർ വിൽ ബി ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ കേട്ടോ. വോൾട്ടേജ് അതായത് കോമൺ മോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ടിൽ വരുന്ന രണ്ട് സിഗ്നലും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? വളരെ കുറവ്. അതിൻ്റെ ഡിഫറൻസ് ആണ് ഔട്ട്പുട്ട് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഔട്ട്പുട്ട് തീരെ ഉണ്ടാവില്ല കോമൺ മോഡിൽ. ജനറലി CMRR വാല്യൂ ഇസ് വെരി ലാർജ് ആൻഡ് ഇസ് ദെയർഫോർ യൂഷ്വലി സ്പെസിഫൈഡ് ഇൻ ഡെസിബൽ. അതിൻ്റെ DB നോക്കുകയാണെങ്കിൽ CMRR ഇൻ DB 20 log AD by ACM, CMRR DB = 20 log VIO ഡിവൈഡ് ബൈ VCM എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ അത് നോക്കുക. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വാട്സാപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത ടോപ്പിക്കുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം.